ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ എനിക്കിങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു രാവിലെ എണീച്ചിട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. എനിക്ക് കോളേജൊന്നുമില്ല, യൂണിവേഴ്സിറ്റി ഇല്ല, ക്ലാസ് ഇല്ല, കംപ്ലീറ്റ്ലി ഒരു ഫ്രീ ഡേ ആണ്. പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ, അപ്പോൾ സാറ്റർഡേ ആണ് എനിക്ക് ക്ലാസ്സും പാർട്ട് ടൈമും ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷേ എനിക്ക് രാവിലെ എണീച്ചിട്ട് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടാ, എനിക്കൊരു വശമില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഫോണിന് ചാർജ് കാണത്തില്ല രാത്രി നമ്മൾ റീൽസ് ഒക്കെ കിടക്കുമ്പോൾ. പിന്നെ രാവിലെ എണീച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ കുറച്ച് സൈലൻസ് വേണം. എൻ്റെ കുറച്ച് ഷോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെ ഫോണിലോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് എടുക്കണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കിട്ടിയെന്ന് വരില്ലല്ലോ, അപ്പോൾ ഞാൻ വെച്ച് എടുക്കാമെന്ന് വെച്ചു. അപ്പം ഇതാണ് പരിപാടി. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്തൗട്ട് യൂണി എന്നൊക്കെ പറയാം. എനിക്ക് ഹെഡിങ് എടുക്കുന്നത് അറിയത്തില്ല. എണീച്ചിട്ട് എന്തൊക്കെ ചെയ്തെന്ന് ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഞാൻ രാവിലെ എണീച്ചിനു, ഞാനൊരു കിച്ചൺ ക്ലീൻ ആക്കി. ഓക്കെ, അതാണ് എൻ്റെ മെയിൻ പരിപാടി. കിച്ചൺ ക്ലീനാക്കി പാത്രമൊക്കെ കയറ്റി വെച്ചു. പിന്നെ കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ടിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനിയുള്ളത് നിങ്ങളും കൂടി കാണുമല്ലോ. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു PBL സെക്ഷൻ ഉണ്ടായിരുന്നു ന്യൂറോ ഫിസിയോളജിക്ക്. അപ്പോൾ ആ PBL സെക്ഷന് ഞാനാണ് ഗ്രൂപ്പ് ലീഡർ. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, മാം ആക്കി. അപ്പം അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ആദ്യമായിട്ടാണ് PBL എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു റിയൽ കേസ് വരും, നമ്മളതെല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് നമുക്ക് അസസ്മെൻറ്റ് മാർക്കുകളുടെ. അപ്പം അതിന് റെസ്പോൺസ് എടുക്കണമെന്ന് മാം പറഞ്ഞു. അപ്പോൾ ഈ 16 പേരാണ് അറ്റൻഡ് ചെയ്തത്. അതിൽ 13 പേര് ഇതാക്കി, ബാക്കിയുള്ളവരാക്കിയിട്ടില്ല. സോ അതിന് വെയിറ്റിംഗ് ആണ്. ഞാൻ അതിന് ഒരു ഷീറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് ആക്ച്വലി എൻ്റെ ഈ വീക്ക്, അതായത് അടുത്ത വീക്കിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സംഭവമാണ്. എനിക്കിതിങ്ങനെ എഴുതി വെക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ എല്ലാ കോളവും ടിക്ക് ചെയ്ത് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് പോവും. പിന്നെ എനിക്ക് എപ്പോഴും രാവിലെ പഠിക്കുന്ന ഒരു കൊച്ചാണ് ഞാൻ. അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് എന്തെങ്കിലും ഒന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ രസമില്ല. അപ്പം ഞാൻ രാവിലെയാണ് കുറച്ചേറെ എൻ്റെ ഒരു മെയിൻ സംഭവമൊക്കെ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി കുറച്ച് പാടുണ്ടോ ചോദിച്ചാൽ സെക്കൻഡ് സെമ്മിന് വെച്ച് നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ടീച്ചറുമാണ് കിട്ടിയിരിക്കുന്നത്. അശ്വിനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അശ്വിനിക്ക് ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ ക്ലാസ്സിന് വേണ്ടി പോവാണ്. ഞാനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് കുക്കിങ്ങിന് സോയാബീൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് വേവിച്ചിട്ട് ബാക്കിയുള്ളത്, അപ്പോൾ നമ്മൾ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഞാൻ കാണുന്ന പൊടിയെല്ലാം വരിയിട്ട് ഇങ്ങനെ ഒരു മസാല പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഒന്നും ഇല്ലാത്ത എൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാനൊരു റിലാക്സേഷൻ ആട്ടോ. ഞാൻ പഠിക്കുന്നു. സാധാരണ നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എപ്പോഴും പഠിത്തം അങ്ങനെ 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 നമ്മൾ പഠിക്കും. പക്ഷേ ചില സമയത്ത് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കി കുറച്ച് ക്ലീനിങ്ങും ലോണ്ട്രിയും. അപ്പോൾ വീക്കിലി ഒരു സാറ്റർഡേ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത്. നമ്മൾ സെൽഫ് കെയർ കുറച്ച് ചെയ്യും. നല്ലപോലെ ഒന്ന് കുളി ഒക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു 2 ദിവസം ഒക്കെ മാക്സിമം കൊണ്ട് നല്ലപോലെ തുണി ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മതി. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൂടി കാലാവസ്ഥയാണ്. മഴ പെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ മഴ പെയ്യത്തില്ല. അതാണ് ടിബിലിസിയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ടിബിലിസിക്ക്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതില്ലേ, ഇത് ആക്ച്വലി ഒരു ചെറിയ ബേക്കറിയാണ്. അവിടെ ചെറിയ ഇവിടുത്തെ ഈ ജോർജിൻസിൻ്റെ സംഭവമൊക്കെ കിട്ടും. ഞാൻ എൻ്റെ ഹോം ടൂറിൽ പറഞ്ഞിട്ട് നമ്മൾ ഈ ബാൽക്കണി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പാത്രം ഉണക്കി വെക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. അല്ലാതെ നമ്മൾ എൻജോയ്മെൻ്റ് ഒക്കെ കുറവാണ് ഈ ബാൽക്കണിയിൽ. അപ്പോൾ ഈ കാര്യമെല്ലാം പറഞ്ഞു തന്നപ്പോഴത്തേക്ക് അശ്വിനി ക്ലാസ്സിൽ പോയിട്ട് സാധനമായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട് കാണും, ഈ ജോർജിയയിൽ എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോറിൽ നമ്മൾ എന്തൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ കടല, പരിപ്പ്, ഗ്രീൻ പീസ് ഒക്കെ മേടിക്കും. ഈ കാണുന്ന ശർക്കര 3-ലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടിയത്. അതുപോലെ അശ്വിനി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗരം മസാലയും ചില്ലി ഫ്ലേക്സും മഞ്ഞപ്പൊടിയും മേടിച്ചു. ഞാനത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. അത് വന്നപ്പോഴേ ഞാനതെടുത്ത് പാത്രത്തിലിട്ടു. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ബില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോറി 14-ലായിരിക്കും. അതുപോലെ ചിക്കൻ നമുക്ക് വില കുറച്ചാണ് കിട്ടിയത്, 3-ലായിരിക്കും കിട്ടി.
അപ്പോൾ ഞാൻ അശ്വിനിക്ക് വെയിറ്റിംഗ് ആണ്. അശ്വിനോട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ. കാരണം നമ്മൾ ക്ലാസ്സുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കലില്ല. ഡിന്നറായി മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കറി ചോറുണ്ട്, ഒരു പയറ് പോലത്തെ തോരനുണ്ട്, കിഴങ്ങറിയുണ്ട്, അതിൻ്റെ കൂടെ സോയ വറുത്തതും കൂടിയുണ്ട്. കാരണം ഉച്ചയ്ക്കത്തെ ലഞ്ചല്ല ഇത്. ഇതിപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു 4-5 മണിയാവും. അതിന് നമ്മളെപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും കാണും. ഇന്ന് നമ്മൾ ഹനാൻ ഷാനെയാണ് കണ്ടത്. അശ്വിനി ഹനാൻ ഷാൻ എപ്പോഴും കാണുന്നൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ ഡെയിലി സംഭവം കാണും. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുളിക്കലെന്ന് പറയും. പക്ഷെ ഐ ഡോണ്ട് കെയർ. എനിക്കെന്തോ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പോയി കുളിക്കും. ഇന്ന് നല്ല തലയൊക്കെ കഴുകി നല്ല സമയമെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണറായിട്ട് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുത്തന്ന വാഷിംഗ് മെഷീൻ. നല്ല ഗ്രേ വാഷിംഗ് മെഷീനായിരുന്നു. നേരത്തെ വൈറ്റ് ആയിരുന്നു. ഇത് ഫുള്ള് റഷ്യൻ ലാംഗ്വേജ് ആട്ടോ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ 1 മണിക്കൂർക്ക് ശേഷമാണ് ഞാൻ ഈ വരുന്നത്. ഇപ്പം സമയം 7 മണി. പക്ഷേ നിങ്ങൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 മണിയെന്ന് കണ്ടാൽ പറയത്തില്ലല്ലോ. സമ്മർ ആകുമ്പോഴത്തേക്ക് സൺസെറ്റ് ആവാൻ ഒരു മിനിമം ഒരു 9 മണിയെങ്കിലും ആവും. അതുവരെ നല്ല വെയിലായിരിക്കും. പിന്നെ ഇത് സ്കൂളാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കൂളാണിത്. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പഠിക്കും. ഞാൻ രാവിലെ കുറച്ച് പഠിച്ചതാണ്. പിന്നെ ഇതുവരെയും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം വളരെ കുറച്ച് മാത്രമേ ഞാൻ സാറ്റർഡേ പഠിക്കത്തുള്ളൂ. കാരണം സൺഡേ പിന്നെ എനിക്കൊരു അവധിയാണ്. ബൈ ദ വേ ദിസ് ഈസ് മൈ മമ്മി. അമ്മ ആണിത്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പക്ഷേ ഞാൻ യൂട്യൂബിൽ നിന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടും പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു ഈ ചിയാ സീഡ്, ഡേറ്റ്സ്, നട്ട്സ് എല്ലാം കൂടി ഇട്ടൊരു മിക്സാട്ടോ ഇത്. ഞാൻ എല്ലാ ദിവസവും ഇപ്പം ഒന്ന് കഴിക്കും. അത് ഇന്ന് നമ്മൾ ബാക്ക് ടു പിന്നെയും കുറച്ച് പഠിക്കണം. അപ്പോൾ എനിക്ക് ഈ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ ദിവസത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ടൊരു സാധനം വെക്കുന്നത് ബക്ക്വീറ്റ് പായസമാണ്. നിങ്ങൾ ചിലപ്പം എവിടെയും കേൾക്കാത്ത കുറേ സാധനങ്ങൾ, കുറേ റെസിപ്പീസ് ഈ ഒരു ചാനലിൽ കാണും. അപ്പോൾ ബക്ക്വീറ്റ് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഇതാണ് ഈ ബക്ക്വീറ്റിൻ്റെ മലയാളം എനിക്കറിയത്തില്ല. ഇവിടെ കാണുന്നതാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ റെഡ് മീറ്റിൻ്റെ അത്രയും അയൺ കണ്ടൻറ്റ് നമുക്ക് ഈ ഒരു ബക്ക്വീറ്റ് കഴിച്ചാൽ കിട്ടും. അപ്പം ഞാൻ പായസം ഒന്നും നേരത്തെ വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതെടുക്കുക, നല്ലപോലെ കഴുകുക, കുറച്ച് തേങ്ങ, നമ്മൾ ഈ തേങ്ങയായിട്ട് ഉപയോഗിക്കുന്നത്, ഈ തേങ്ങയും അത്രയും ശർക്കരയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം വേവിക്കുക. അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ചുകൂടി ശർക്കര ഇങ്ങനെ ഞാൻ പാനി പോലെ ആക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിങ്ങനെ വേവിച്ച് വരുമ്പോഴത്തേക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് 2 ഏലക്ക, കുറച്ച് നെയ്യല്ല ഇത് ആക്ച്വലി ബട്ടറാണ്, അതും പിന്നെ ബാക്കി ഇതും കൂടി ഇട്ട് ഇതാക്കി എടുക്കുക, കുറുക്കി എടുക്കുക. അപ്പോൾ എനിക്കിത് കണ്ടപ്പം അരിപ്പായസത്തിൻ്റെ ഒരു റിസംബ്ലൻസ് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പഴം മേടിക്കണം തോന്നി. അങ്ങനെ നമുക്ക് കുറച്ച് നാണയമായിട്ട് താഴെ പഴം മേടിക്കാൻ പോവാണ്. വന്നപ്പോൾ തന്നെ പഴത്തിന് ഓഫർ. സാധാരണ ഇപ്പം 4 അരിയൊക്കെയാണ് ഇവിടെ 1 കിലോ പഴത്തിന്. ഇപ്പം 3,99. അപ്പോൾ നമ്മൾ ഒരു പഴം എടുക്കത്തുള്ളൂ. കാരണം പഴം ഈ പഴം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കഴിച്ചാൽ കുറച്ച് അലർജി വരും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇത് ട്രാൻസ്ഫോം ചെയ്തെടുത്തത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത് ഈ രൂപത്തിലാക്കിയത്. ഈ കുട്ടിക്ക് വേണ്ടി മാത്രം. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് സക്സസ് ആവും. സത്യം പറഞ്ഞാൽ ബക്ക്വീറ്റിൻ്റെ ടേസ്റ്റേ ഇല്ല. എനിക്ക് ബക്ക്വീറ്റിൻ്റെ ടേസ്റ്റ് പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നമാണ്. പക്ഷേ അയൺ നമുക്ക് 2 പേർക്കും കുറവാണ്. അപ്പം എനിക്ക് നല്ല കുറവാണ്. അപ്പം എനിക്കിങ്ങനെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ആട്ടമാണ് അയൺ കുറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ ലൈക്ക് വീക്കിലി ഒരു വട്ടമെങ്കിലും ബക്ക്വീറ്റിൻ്റെ ഒരു മീല് കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ മിക്സഡ് ഒരു സാധനം ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കി. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബക്ക്വീറ്റൊന്നും പറയത്തില്ല. ഇതിൻ്റെ ഗുണമൊക്കെ പോവോ എന്തോ ഇല്ലായിരിക്കും. നമ്മൾ ശർക്കര ആടിയത്, പഞ്ചസാരൊന്നും ആടിയതില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെയോ ചെയ്തു, എനിക്കറിഞ്ഞൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പം ഇപ്പം ഞാൻ ഉറങ്ങാൻ പോകാൻ ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാൻ ഈ കട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കട്ടിലിൻ്റെ പ്രത്യേകത, നമ്മളിങ്ങനെ ഒരാൾ വന്നിരുന്നാൽ അവരെ അങ്ങ് ഉറക്കിക്കളി. ഈ കട്ടിലിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഞാൻ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്, മനസ്സിലായില്ലേ? ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ രാത്രിയിലത്തെ പരിപാടി. അപ്പം പിന്നെ എനിക്ക് വീട്ടിൽ നിന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതിലെന്തൊക്കെ വന്നിട്ടില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയത്തില്ല. ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. മറ്റേ ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആയിഷ എന്നാണ് പേര്. ആയിഷ ആണ് കമൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഒന്നും പറയാനില്ല എനിക്ക്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് വായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും. ഈ കമ്പിളിയൊക്കെ എടുത്ത് മേത്തോട്ടിടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവും. അപ്പം എന്തായാലും ഇതാണ്. ഇപ്പോൾ ഡിന്നർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഞാൻ സത്യത്തിൽ ഡിന്നർ കഴിക്കും, പക്ഷെ ചില സമയത്ത് ഞാൻ കഴിക്കത്തില്ല. ഇപ്പോൾ ഒരു പായസം കുടിച്ചുകൊണ്ട് കഴിക്കത്തില്ല. പക്ഷെ അശ്വിനി എന്നെ പ്രലോഭിപ്പിച്ചു. അശ്വിനി പറഞ്ഞു അശ്വിനി ഇപ്പം ചിക്കൻ വറക്കാൻ പോവാ, അപ്പോൾ വേണം. ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ എന്ന് കേട്ടപ്പോൾ ഓക്കെ, ചിക്കൻ വറുത്തതും കൂടി എന്ന് കേട്ടപ്പോൾ അറിഞ്ഞൂടാ. അത് ഞാൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ബിറ്റ് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.